ഹലോ, ഇന്ന് നമുക്കൊരു കോട്ടൺ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അതിന് നമ്മൾ യോക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലൈനിങ്ങിൻ്റെ അകത്ത്. ഇനി നമ്മൾ നെക്കും കൂടി ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തു കേട്ടോ. അതിന് ശേഷം നമ്മുടെ മെയിൻ ആയിട്ടുള്ള മെറ്റീരിയലിൽ വെച്ചിട്ട് നമ്മൾ സെയിം അതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തു. ഇതാണ് നമ്മുടെ ഫ്രണ്ട് പീസ്. ഇനി നമുക്ക് ബാക്ക് പീസും നമ്മൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് പീസിൽ സിബ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെൻറ്ററിലായിട്ട് ലൈനിങ്ങും അതുപോലെ തന്നെ മെയിൻ പീസിലും ഇതുപോലെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് ഇതുപോലെ ഷോൾഡർ മാത്രം ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ, ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടിയിട്ട്. അതിന് ശേഷം നമ്മൾ ഫ്രണ്ട് പീസ് എടുത്തിട്ട് അതിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒരു മാർക്കിംഗ് പോലെ. എന്നിട്ട് ഷോൾഡറിൽ നിന്ന് ഇതുപോലെ ആ മാർക്കിങ്ങിലേക്ക് സെൻറ്റർ പോയിന്റിലേക്ക് 2 ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം വീഡിയോയിൽ ചിലപ്പോൾ അത് കാണാൻ പറ്റില്ല, ഞാൻ നന്നായിട്ട് തന്നെ ഡാർക്ക് ചെയ്തിട്ട് തന്നെയാണ് വരച്ച് വെക്കുന്നത്. അതിനുശേഷം നമ്മളൊരു വൈറ്റ് ഇതുപോലത്തെ ലേസ് എടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ വരച്ച ആ ലൈനിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 സൈഡിൽ നിന്നും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഷോൾഡറിൽ നമ്മൾ സ്ലീവിൻ്റെ പോർഷനും നെക്കിൻ്റെ പോർഷനും ഉള്ള ഗ്യാപ്പ് വിട്ടിട്ട് വേണം ലേസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ലേസ് ഉള്ളിലേക്ക് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 2 സൈഡ് അടിച്ചതിന് ശേഷം ബാക്കി ഉള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇത് നമ്മുടെ മെയിൻ പീസിൻ്റെ ബാക്ക് പീസാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഷോൾഡറും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ ലൈനിങ് ജോയിൻ ചെയ്തില്ലേ, അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്കിതാ ഇങ്ങനെയാണ് കിട്ടുന്നത് കേട്ടോ. ഇപ്പം നമ്മുടെ ആ ഷോൾഡറിൽ സ്റ്റിച്ച് ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് വെച്ചിട്ട് നല്ല പുറം നോക്കി വെച്ചിട്ട് നമ്മുടെ ലൈനിങ് നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ലൈനിങ്ങും കൂടി ഇതിൻ്റെ മുകളിൽ ചേർത്ത് വെക്കുക. അപ്പോൾ ലൈനിങ് വെക്കുന്ന നേരത്ത് നമ്മൾ ഈ ഷോൾഡർ അടിച്ചത് ഇതുപോലെ പുറത്തേക്ക് വെച്ചിട്ട് വേണം ലൈനിങ് വെക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ നെക്കിൻ്റെ പോർഷനും അതുപോലെ തന്നെ ആം ഹോളിൻ്റെ പോർഷനും ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിൻ ചെയ്തിട്ടോ ഒക്കെ നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ചെയ്യാൻ നേരത്ത് ഇത് കറക്റ്റായിട്ട് തന്നെ വെക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നീങ്ങിയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്തെങ്കിലും അപാകതകളൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതുപോലെ റൗണ്ടിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, ഈ ആം ഹോളിൻ്റെ പോർഷനും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ ആ പോർഷനൊക്കെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കളറ് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല. ഇനി നമ്മൾ ആ സീം അലവൻസിൻ്റെ അവിടെ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുകയാണ്, കാരണം നമുക്കിത് മറയ്ക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെക്കിൻ്റെ ഭാഗത്തും നമ്മൾ അതുപോലെ തന്നെ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിത് മറച്ചെടുക്കാൻ പോവാണ്. അപ്പം നമ്മൾ ബാക്ക് പീസിൻ്റെ 1 സൈഡ് എടുത്തത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ പതുക്കെ പതുക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് പുറത്തേക്ക് ഇങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റായിട്ട് പുറത്തേക്ക് കിട്ടും. ഇപ്പം നമുക്കത് ഒരുവിധം കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ഉള്ളിൽ നിന്നൊക്കെ വലിച്ച് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. ഇനി നമുക്ക് അതുപോലെ തന്നെ മറ്റേ സൈഡും കൂടി ഒന്ന് എടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ 2 സൈഡും ഇതുപോലെ തന്നെ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതുപോലെയാണ് കിട്ടുക, കണ്ടോ. ഇനി നമ്മൾ ലൈനിങ് നമ്മൾ ഇതുപോലെ ഒന്ന് ചുരുക്കിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ മെറ്റീരിയലും കൂടിയിട്ട് ഇതുപോലെ ഒന്ന് ചുരുക്കിട്ടെടുക്കാം അടിഭാഗം. നമ്മൾ വേസ്റ്റ് അളവിൻ്റെ 4 ഇരട്ടിയാണ് ഇതുപോലെ ചുരുക്കിടാനായിട്ട് എടുത്തേക്കണം. ലൈനിങ് അത്ര എടുത്തിട്ടില്ല, കുറവേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ ലൈനിങ്ങും ഇതിൻ്റെ മെയിൻ മെറ്റീരിയലും കൂടി ഒന്ന് ജോയിൻ ചെയ്തതിന് ശേഷം ഫ്രണ്ട് യോക്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ഫ്രണ്ട് പോർഷനും ഡൗണും കൂടി ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കും കൂടി ഇതുപോലെ തന്നെ ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. അത് നമ്മൾ 2 പീസായിട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഡൗൺ പോർഷനിൽ ചെറിയൊരു കട്ടിങ് താഴേക്ക് കൊടുത്തിട്ടുണ്ട്, സിബ് താഴേക്ക് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തേക്കുന്നത്. ഇപ്പം നമ്മൾ അതിനൊന്ന് ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് സിബ് വെക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പം നമ്മളിവിടെ കൺസീൽഡ് സിബാണ് വെക്കണേ. അപ്പം നമ്മുടെ കൺസീൽഡ് സിബ് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ താഴത്തെ കട്ടിങ്ങിൻ്റെ തൊട്ട് മുകളിലായിട്ട് ചെറിയൊരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സിബ് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിനിങ്ങനെ ഒന്ന് മലർത്തി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഈ സിബ് അടയ്ക്കണ നേരത്ത് നമുക്കത് കറക്റ്റായിട്ട് വരുള്ളൂ. ഇനി നമ്മുടെ കറക്റ്റ് ആ പോയിന്റ് നോക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 സൈഡും അതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം.
അടിഭാഗം വരെ ഇതുപോലെ തന്നെ നമ്മളൊന്ന് പിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ അങ്ങോട്ട് നീങ്ങി പോവാതിരിക്കാനും സിബ് മാറി പോവാതിരിക്കാനൊക്കെയാണ് അങ്ങനെ ചെയ്യണത്. ഇനി നമ്മൾ ആ ഒരു പോയിന്റ് ഇട്ടില്ലേ ഡ്രസ്സിൽ, അത് തന്നെ സിബിൻ്റെ അവിടെയും കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വൺ സൈഡ് ഫൂട്ട് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് നോക്കാം. ഇനി നമ്മളവിടെ ഒരു മാർക്കിംഗ് ഇട്ട് കൊടുത്തിട്ടില്ലേ, ആ മാർക്കിംഗ് വരെ നമ്മളൊന്ന് അടിച്ച് നിർത്തുന്നുണ്ട്, ഒന്ന് ലോക്ക് ചെയ്ത് നിർത്തുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സിബ് വെച്ചത് കറക്റ്റ് ആയെന്ന് നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ സിബ് വെച്ചത് ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട്. ആദ്യം നമ്മളൊന്ന് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം നമുക്ക് രണ്ടാമതൊരു സ്റ്റിച്ചും കൂടി ഒന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ, സിബിൻ്റെ അവിടെ തന്നെ. ഇതിൻ്റെ താഴത്തെ ആ ചെറിയ ഹോളിൽ കൂടെ നമ്മൾ ഈ സിബ് ഒന്ന് അകത്തേക്ക് ഇടുക കേട്ടോ. നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ടായിരുന്നില്ലേ നേരത്തെ, അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ സിബ് ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് അവിടെ ഈ സ്റ്റിച്ച് കറക്റ്റായിട്ട് ഒരു വി ഷേപ്പ് പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഹോളൊക്കെ ഒന്ന് ക്ലോസ് ആയിട്ട് കിട്ടും കേട്ടോ. നമ്മുടെ സിബ് നല്ല നീറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡും കൂടി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോക്ക് ഫിനിഷായി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇതിപ്പോൾ ഞാൻ ആ ഒരു പാറ്റേൺ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളൊരു ഇതാണ് ഉദ്ദേശിച്ചേക്കുന്നത് വീഡിയോയിൽ. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും എത്രയൊക്കെ മെറ്റീരിയൽ എടുക്കണേ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഈ നമ്മുടെ ആദ്യത്തെ ട്യൂട്ടോറിയൽ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. നെക്സ്റ്റ് വീഡിയോ വരുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ശരിയാക്കി എടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷോൾഡറിൻ്റെ സീമും അതുപോലെ തന്നെ ആം ഹോളിൻ്റെ സീമും ഒന്നും കാണാത്ത രീതിയിലാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതുപോലെയുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ. ഓക്കെ, ബൈ.